സമസ്തയുടെ 101 സ്ഥാപകദിന രാവിൽ ആരാണ് സമസ്തയെ ഭിന്നിപ്പിച്ചത്, ആരാണ് എ.പി. ഉസ്താദിനും ഇ.കെ. ഉസ്താദിനുമിടയിൽ വിള്ളലുണ്ടാക്കിയത് എന്നിവ ഇ.കെ. വിഭാഗം നേതാക്കൾ അനുഭവത്തിലൂടെ പറയുന്ന ചില വാചകങ്ങളിങ്ങനെ ശ്രവിക്കാം. ഇ.കെ. വിഭാഗം നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എഴുതുന്നു. ഞങ്ങൾ രണ്ടുപേരും അകന്നുപോയാൽ മാത്രമേ ബിദ്അത്ത് മതനവീകരണവാദികൾക്കാർക്ക് ഇവിടെ കടന്നുവരാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ചിലരാണ് ഞങ്ങളെ തമ്മിൽ അകറ്റിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നീണ്ട 5 പതിറ്റാണ്ടുകാലം അജയ്യമായ നേതൃത്വം നൽകിയ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെയും തന്നെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ വിതുമ്പിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞത്. ഈ ഭിന്നിപ്പ് മതനവീകരണവാദികൾ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉദ്ദേശം 4 പതിറ്റാണ്ടുകാലം സമസ്തയുടെ പോഷക സംഘടനകളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ച ഒരു വിനീതൻ എന്ന നിലയിൽ പറയാൻ കഴിയും. ഇപ്പോഴും ഒരുമിച്ചു പോകുന്നതിന് വിഘാതമായി നിൽക്കുന്ന പ്രധാന തടസ്സം ചിലരുടെ ഇടപെടലുകളാണെന്ന അനുഭവത്തിൽ ബോധ്യപ്പെട്ടതാണ്. 3 വർഷം മുമ്പ് ഇരുവിഭാഗവും നിശ്ചയിച്ച 4 വീതം പ്രതിനിധികൾ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് ഇന്ന് ഈ കാണുന്ന സൗഹൃദം സ്ഥാപിക്കപ്പെട്ടത്. ഉത്തര കേരളത്തിലെ സമുന്നതനായ ഒരു സയ്യിദിന്റെ നേതൃത്വത്തിൽ ഇരുവിഭാഗത്തിനുമിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമങ്ങൾ തുടർന്നുവരുന്നു എന്നത് ശുഭസൂചകമാണ്. സുന്നി ആദർശം സംരക്ഷിക്കുകയും മതനവീകരണവാദികളെ നിയമാനുസരണം തടയുകയും ചെയ്യുക എന്ന സമസ്ത ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് സുന്നി സംഘടനകളുടെ ഏകീകരണവും സൗഹൃദവും ഏറെ അനിവാര്യമാണ്. ദയാനിധിയായ നാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന ഐക്യത്തിനും സൗഹൃദത്തിനും സുന്നികളുടെ കെട്ടുറപ്പിനും സഹായകമായി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സുപ്രഭാതം സിഇഒയും ഇ.കെ. വിഭാഗം എസ്.വൈ.എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായ മുസ്തഫ മുണ്ടുപാറ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ: കാന്തപുരം ഉസ്താദ് പറഞ്ഞ സത്യം ചില ബാഹ്യശക്തികളുടെ ഇടപെടലാണ് തന്നെയും ശംസുലുലമയെയും തമ്മിൽ അകറ്റിയതെന്ന വിതുമ്പലോടെയുള്ള കാന്തപുരം ഉസ്താദിന്റെ വാക്കുകൾ വർത്തമാന സാഹചര്യം വെച്ചുനോക്കുമ്പോൾ സത്യമെന്ന് ബോധ്യപ്പെടുകയാണ്. സമസ്ത എന്നൊക്കെ ശാക്തീകരിക്കപ്പെടാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ? അന്നൊക്കെ കറുത്ത ശക്തികൾ സമസ്തയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നിലവിൽ സമസ്തയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഇതുതന്നെയാണ്. കേരളത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന സുന്നികൾ ഇക്കാര്യത്തിൽ മാനസികമായി വല്ലാതെ അസ്വസ്ഥരാണ്. പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് യോജിച്ചു പോകണം എന്നാണ് സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന അണികളുടെ മാനസിക വികാരം. ഇരുപക്ഷത്തെയും നേതൃത്വം ഇക്കാര്യം ഗൗരവത്തിലെടുത്ത് കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. കുമ്പോൾ തങ്ങളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾ വിജയിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു. സുന്നികൾ യോജിക്കുന്നതിനെ ഭയപ്പെടുന്ന വലിയൊരു ശക്തി പുറത്തുണ്ട് എന്ന ബോധ്യത്തോടെ മുമ്പോട്ടു പോകാം. ഇരുവിഭാഗത്തെയും നേതൃത്വം ഒരു വേദിയിൽ ഒരുമിച്ചുകൂടുന്ന സുപ്രഭാതത്തിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.